ഇപ്പോൾ തിരുവനന്തപുരത്ത് KSUവിന്റെ നിയമസഭാ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ അവിടെ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. പോലീസിന് നേരെ അവിടെ കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പും ഒക്കെ വലിച്ചെറിയുന്നുണ്ട് പ്രവർത്തകർ. പോലീസ് ഇതുവരെ എന്തെങ്കിലും നടപടികളിലേക്ക് കാര്യമായി കടന്നിട്ടില്ല. പ്രവർത്തകരെ പിരിച്ചുവിടാൻ അവിടെ ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, പ്രവർത്തകർ അവിടെ ബാരിക്കേഡിന് പുറത്ത് നിൽക്കുന്നുണ്ട്, അത് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കം? അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ ജലപീരങ്കി ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുമോ? ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ്. വിജയകുമാർ, ഈ മാർച്ച് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനം ഉണ്ടാവുകയാണ്. പോലീസിന് നേരെ മാർച്ച് ഇവിടേക്ക് എത്തി, ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിയത് മുതൽ തന്നെ പ്രകോപനം ആരംഭിക്കുകയാണ് പ്രവർത്തകർ. അതിന് പിന്നാലെ 2 തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ ഈ കൂട്ടമായി എത്തിയ പ്രവർത്തകർ പോലീസിന് നേരെ കമ്പേറും കല്ലേറും ഉൾപ്പെടെ നടത്തുന്നുമുണ്ട്. പോലീസിന് നേരെ ഒരു മനഃപൂർവ്വമായ പ്രകോപനത്തിനും KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തുന്നുണ്ട്. ജലപീരങ്കിക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും നടപടിയിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. ഇപ്പോൾ ഒരു കല്ല് പോലീസിന് നേരെ, ഒരു വലിയ കല്ല്, നിരന്തരം കല്ലേറുകൾ ഉണ്ടാകുന്നു പോലീസിന് നേരെ. കല്ലുകൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിച്ചെറിയുന്ന സ്ഥിതി നിലവിലുണ്ട്. ഇതാ മൂന്നാമതും ജലപീരങ്കി, പ്രവർത്തകരെ പിരിച്ചുവിടാനായി തുടർച്ചയായ മൂന്നാമതും ജലപീരങ്കി പ്രയോഗത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. പക്ഷേ വലിയ വിഭാഗം പ്രവർത്തകരും ആ ബാരിക്കേഡിന് മുന്നിൽ നിന്നും പുറകിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. നിലവിൽ ഈ സമരം ഇവിടേക്ക് CPIMന്റെ ഭരണത്തിൽ പോലീസ് അഴിഞ്ഞാടുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് KSU ഈ നിലയിലൊരു മാർച്ചുമായി ഇവിടേക്ക് വന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള പോലീസുകാർക്ക് ഉചിതമായ സമ്മാനം നൽകും എന്നുള്ളതായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് ഈ മാർച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഈ മൂന്നാം ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും ഈ ബാരിക്കേഡിനടുത്തേക്ക് പ്രവർത്തകർ തടിച്ചുകൂടുന്ന കമ്പയറുകൾ ഉൾപ്പെടെ, നിരന്തരമായി കമ്പയർ ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ആ നിലയിൽ ഈ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് വീണ്ടും കയറുന്നത് കാണാനും കഴിയും. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിൽ നടന്ന മാർച്ചിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പോലീസ് പെരുമാറിയ ശൈലി പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് KSUവിൻ്റെ ഒരാരോപണം. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വിവിധ ആളുകൾക്കെതിരെയും വനിതാ പ്രവർത്തകരോടും പോലീസ് പെരുമാറിയത് CPMന് വേണ്ടി പണിയെടുക്കുന്ന വേലക്കാരിയെ പോലെയാണ് എന്നുള്ളതാണ് KSU ആരോപിക്കുന്നത്. ഒപ്പം തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്, ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഗൗജ വിജയകുമാർ എന്ന KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മുഖത്തടിച്ചു, ഡ്രസ്സ് വലിച്ചു കയറാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് KSU ഈ നിലയിൽ ഒരു സമരത്തിലേക്ക് കടന്നത്. പ്രതിഷേധങ്ങളെ അധിക്ഷേപിച്ചും മർദ്ദിച്ചും അടിച്ചമർത്താമെന്ന് കരുതേണ്ട, ഗുണ്ടാ പോലീസിന്റെ കൊള്ളരുതായ്മകളെ തുടർന്നും ചോദ്യം ചെയ്യും എന്നതുൾപ്പെടെയുള്ള കാര്യം. തിരുവനന്തപുരത്ത് KSUവിന്റെ മാർച്ച് ഏതാണ്ട് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലേറ് നടത്തി പ്രവർത്തകർ. സംസ്ഥാനത്തെ പോലീസ് അതിക്രമം ചൂണ്ടിക്കാട്ടിയാണ് KSU പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. തുടർച്ചയായി അത് മറികടന്ന് മുന്നേറാനുള്ള പ്രവർത്തകരുടെ ശ്രമം, പോലീസിന്റെ തുടർച്ചയായ ജലപീരങ്കി, പോലീസിന് നേരെയുള്ള കല്ലേറ്, അങ്ങനെ സംഘർഷഭരിതമാണ് KSUവിന്റെ നിയമസഭാ മാർച്ച്. വീണ്ടും ഇതാ ജലപീരങ്കി പ്രയോഗിക്കാനുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകി കഴിഞ്ഞു. ജലപീരങ്കി പ്രയോഗിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്. ഈ പതാകകളൊക്കെ കൊടി കെട്ടിയ വടികളൊക്കെ പോലീസിന് നേരെ പ്രവർത്തകർ ഇതിനോടകം പലതവണ എറിഞ്ഞു. നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിൻ്റെ തുടക്കം മുതൽ എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സലീം മാലിക് തുടരുന്നുണ്ട്. സലീമ, എനിക്ക് തോന്നുന്നു 4-മത്തെയോ 5-മത്തെയോ തവണ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടുതൽ പ്രകോപിതരായി ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം ബാരിക്കേഡിന് സമീപത്തേക്ക് പാഞ്ഞെടുക്കുന്നതാണ് നമ്മൾ നേരത്തെയും കണ്ടത്. ഇപ്പോഴും അത് ആ ദൃശ്യങ്ങൾ തന്നെ കാണുന്നു, അല്ലേ?
വിജയകുമാർ, അതായത് ഇതുവരെ 4 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായ പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ജലപീരങ്കിക്ക് അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല. വലിയ കല്ലുകൾ ഉൾപ്പെടെ പോലീസിന് നേരെയും പോലീസിന്റെ ജലപീരങ്കി വാഹനമായ വരുണിന് നേരെയും പ്രവർത്തകർ എടുത്തെറിയുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രകോപനം, നിരന്തരമായി കൊടികെട്ടിക്കൊണ്ടുവന്ന കമ്പ് ഇപ്പോൾ പോലീസിന് നേരെ റീത്തെടുത്തെറിയുകയാണ് പ്രവർത്തകർ. അങ്ങനെ നിരന്തരമായ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രകോപനം ഉണ്ടാകുമ്പോഴും പോലീസ് ജലപീരങ്കി പ്രയോഗത്തിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നിലയിൽ ഒരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല നിലവിലെന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. വലിയ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരം ശക്തമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പ്രകടനം ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി കെ മുരളീധരൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഒരല്പം സംയമനം പാലിച്ചിട്ടുണ്ട്. പ്രവർത്തകർ കെ മുരളീധരനെ ഇവിടേക്ക് ഈ സ്വീകരിക്കുകയാണ്. ഈ ബാരിക്കേഡിന് മുൻപിൽ നിന്നും തുടർച്ചയായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ ഇപ്പോൾ ഒരല്പം സംയമനം പാലിച്ചുകൊണ്ട് കെ മുരളീധരൻ ഇവിടേക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കെ മുരളീധരന് ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ വീണ്ടും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് സമീപത്തേക്ക് തന്നെ പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ KSU നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. പ്രവർത്തകർക്ക് നേരെ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കല്ലേർ, പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർ അവിടെ സംഘടിച്ച് നിൽക്കുകയാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.